ഹലോ ഫ്രണ്ട്സ്, വാട്ട് ഹാപ്പനിങ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ തീയതി 2026 മെയ് മാസം 2-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 5 അറിയിപ്പുകളാണ് നിങ്ങളുമായി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. കേരളത്തിലെ ഓരോ സാധാരണക്കാരനായ ജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട എല്ലാ ദിവസത്തെയും പ്രധാനപ്പെട്ട 5 അറിയിപ്പുകൾ വീതമാണ് ഈ ചാനലിലൂടെ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടുമാണ് ഞങ്ങൾക്ക് നാളെയും മറ്റന്നാളും ഇനി വരും ദിവസങ്ങളിലും വീഡിയോകൾ ഇടാൻ ഉന്മേഷം നൽകുന്നത്. അതിനാൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 5 അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അറിയിപ്പ് ഗ്യാസ് സിലിണ്ടറിനെ പറ്റിയിട്ടുള്ളതാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ കേരളത്തിൽ ഭാരത് ഗ്യാസ്, ഇന്ത്യൻ ഓയിൽ, HB ഗ്യാസ്, ഇത് 3 ഉപയോഗിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ, അല്ലേ? ഈ 3 തരം ഗ്യാസുകളും ഇപ്പോൾ കിട്ടാനും വലിയ പാടാണ്. സാധാരണയായി ഒരു ഗ്യാസ് കുറ്റി എടുത്തു കഴിഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞ് വീണ്ടും അത് ബുക്ക് ചെയ്ത് നമുക്ക് വരുത്താൻ പറ്റും. പക്ഷേ ഇപ്പോൾ അത് 35-45 ദിവസം കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. 45 ദിവസം ബുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 10 ദിവസം വീട്ടിലോട്ട് വരാൻ വേണ്ടിയാവും. അപ്പം 2-3 മാസം എടുക്കുകയാണ് ഒരു ഗ്യാസ് കുറ്റി. കഴിഞ്ഞ മാസങ്ങളെപ്പോലെ തന്നെ ഈ മാസവും അതുപോലെ തന്നെ ഗ്യാസ് കുറ്റിക്ക് വീണ്ടും ക്ഷാമം കാണുമെന്നാണ് ഇപ്പോൾ ഗ്യാസ് സിലിണ്ടർ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. യുദ്ധം നടക്കുന്ന കാരണത്താൽ ഈ മാസം മുതൽ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നവർക്ക് 30 രൂപ കൂടെ കൂടുതൽ അടയ്ക്കണമെന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട രണ്ടാമത്തെ അറിയിപ്പ് എന്തെന്നാൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ. കഴിഞ്ഞ കുറച്ച് മാസമായാണ് ഈ പെൻഷൻ നിലവിൽ വന്നത്. കേരളത്തിലെ വീട്ടമ്മമാരായ എല്ലാവർക്കും 1000 രൂപ വെച്ച് നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത്. മാത്രമല്ല 2 മാസം ഇത് കൃത്യമായി ജനങ്ങളുടെ കയ്യിൽ ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ 2 മാസമായി ഈ പദ്ധതിയിലെ 1000 രൂപ വെച്ച് വീണ്ടും മുടങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ സർക്കാർ ഇതിനെപ്പറ്റി പറയുന്നത് എന്തെന്നാൽ ഈ വരുന്ന ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞ് ഏത് സർക്കാരാണോ നിലവിലിരിക്കുന്നത് അവർ ഈ തുകയടക്കം ഒരുമിച്ച് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ എന്തായിരുന്നാലും നമ്മൾ ഇലക്ഷൻ റിസൾട്ട് വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് എന്തെന്നാൽ മഴയെ സംബന്ധിച്ചുള്ളതാണ്. കേരളത്തിൽ ഇന്നും നാളെയും വരും ദിവസങ്ങളിലും ഉച്ചകഴിഞ്ഞ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ വയനാട്, ആലപ്പുഴ എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട നാലാമത്തെ അറിയിപ്പ് എന്തെന്നാൽ UPI ട്രാൻസാക്ഷൻ നടത്തുന്നവർക്കാണ്. കാരണം എന്തെന്നാൽ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം എന്നീ വഴികളിലൂടെ പൈസകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ 3 ആപ്പുകളിലൂടെയും ഒരുപാട് പറ്റിപ്പുകൾ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനാൽ RBI പുതിയ തീരുമാനമെടുത്തിരിക്കുകയാണ്. പുതിയ തീരുമാനം എന്താണെന്ന് കേട്ടാൽ ഇനി മുതൽ 10,000 രൂപയിൽ കൂടുതൽ പൈസ അയക്കുന്നവർക്ക് 1 മണിക്കൂർ ലോഡിംഗ് ആയിട്ട് കാണിക്കും. കാരണം ഇത് ശരിയായ ആളുടെ അക്കൗണ്ടിലൊക്കെ തന്നെയാണോ അയക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാനൊക്കെയുള്ള സമയമായിരിക്കും അത്. ഉടൻ തന്നെ നമുക്കത് ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ 140 കോടി രൂപ ഇതുവഴി UPI വഴി ഒരുപാട് ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കണക്ക് കൂട്ടലുകളിലും ഈ വർഷത്തെ സാമ്പത്തിക തട്ടിപ്പ് കുറയ്ക്കാൻ വേണ്ടിയുമാണ് ഈ ഒരു നടപടി വന്നത്. അടുത്ത പ്രധാനപ്പെട്ട 5ാമത്തെ അറിയിപ്പ് എന്തെന്നാൽ ക്ഷേമ പെൻഷനെ പറ്റിയിട്ടുള്ളതാണ്. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 2000 രൂപ, അതായത് മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 2000 രൂപ ഈ മാസം 15-ാം തീയതി മുതൽ കൊടുത്തു തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കുറച്ച് മാസങ്ങളായി ഇതുവരെയും യാതൊരു പെൻഡിങ്ങുകളോ മുടക്കുകളോ ക്ഷേമ പെൻഷൻ്റെ ഭാഗത്തു നിന്നും കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല. 15-ാം തീയതി അല്ലെങ്കിൽ 20-ാം തീയതി ഇതിനിടയിൽ കൊടുത്തു തുടങ്ങും എന്നാണ് അറിയിച്ചിരിക്കുന്നത്.
അപ്പോൾ വാട്ട് ഹാപ്പനിങ് ചാനലിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സ് ഇതോടെ പൂർണ്ണമാവുകയാണ്. നാളത്തെ പ്രധാനപ്പെട്ട 5 അറിയിപ്പുകളുമായി നാളെ കാണാം. എല്ലാവർക്കും ശുഭദിനം.